LDF തന്നെയായിരിക്കും ഇത്തവണ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. LDF ഭരണം പിടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ UDFിൻ്റെ കയ്യിലിരുന്ന ഒരു മണ്ഡലം കുറേ വർഷങ്ങൾക്ക് ശേഷം അതിലേക്ക് CPM, അതായത് CPMന് വ്യക്തമായ യാതൊരുവിധ വോട്ട് ബാങ്കും ആയിരുന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ യാതൊരു ഷെയറും ഉണ്ടായിരുന്നില്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടെന്ന് കടകംപള്ളിയെ പോലെ ഒരാൾ വരുന്നു, അവിടെ വിജയിച്ച് കയറുന്നു. ഈ കടകംപള്ളി എങ്ങനെ അതിലേക്ക് എൻ്റർ ചെയ്ത് ഈ വിജയം കയ്യിലാക്കിയെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു സ്ട്രാറ്റജിയും കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഈ കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ ഈ കഴക്കൂട്ടത്തിനെ സംബന്ധിക്കുന്ന ഒരു മുഖ്യമായ ഒരു 2-3 ഘടകങ്ങളുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും തിരുവനന്തപുരം ജില്ലയിലെ ഈ സിറ്റി അല്ലാത്ത മറ്റ് സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വിശ്വാസപരമായിട്ട്, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട്, ഈ വിശ്വാസ സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ഇടപഴകി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യരുള്ള. ഒരുപാട് അങ്ങനത്തെ ഒരുപാട് കാര്യം ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാലം മുമ്പോട്ട് പോയി, പുതിയ പുതിയ റോഡുകൾ വന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ടം ഇന്ന് തിരുവനന്തപുരം ടൗൺ പോലെ തന്നെ മറ്റൊരു വലിയ സിറ്റിയും കൂടിയാണ്.